വരുന്ന പേഷ്യൻസിന് കൊടുക്കുന്ന 3 പ്രോഡക്ട്സ് ആണ് ഇതൊക്കെ. നമ്മുടെ കയ്യിലും കാലിലും കുറെ പോയിന്റ്സ് ഉണ്ട് എന്ന് വെച്ചാൽ നമ്മുടെ ഇന്റേണൽ ഓർഗാൻസിന്റെ കറസ്പോണ്ടിങ് പോയിന്റ്സ് ആണ്. അതിന് സർക്കുലേഷനും സ്റ്റിമുലേഷനും കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇത് 3 പ്രോഡക്റ്റും എല്ലാ പേഷ്യൻസിനും കോമൺ ആയിട്ട് കൊടുക്കുന്നത്. ഇതെന്താന്ന് വെച്ചാൽ ഇതിന്റെ പേര് മോക്സ എന്നാണ്. ഇതൊരു മെഡിസിനൽ പ്ലാന്റ് ആണ്. മെഡിസിനൽ പ്ലാന്റിന്റെ പേര് നിങ്ങൾക്ക് ഗൂഗിൾ ചെയ്താലൊക്കെ മനസ്സിലാവും. ആർട്ടിമീസിയ വൾഗാരിസ് എന്നാണ്. ഇതെങ്ങനെ യൂസ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മുടെ കയ്യിൽ ഡിസ്റ്റൻസ് കീപ്പ് ചെയ്തിട്ട്, മുട്ടിക്കരുത്, ഡിസ്റ്റൻസ് കീപ്പ് ചെയ്യാം. ഉള്ളം കയ്യിൽ ചൂട് കിട്ടണ അകലത്തിൽ പിടിച്ചിട്ട് ഇതേപോലെ ചൂട് കൊടുക്കുക. 2 കൈയുടെ ഉള്ളം കയ്യിലും അതേപോലെ തന്നെ 2 കാലിന്റെ അടിവശത്തും അങ്ങനെ ചൂട് കൊടുക്കുക. പിന്നെ അതേപോലെ തന്നെ എന്തെങ്കിലും വേദന ഒക്കെ ഉള്ളവരാണെങ്കിൽ മുട്ടുവേദന, നെടുവേദന, അതേപോലെ കഴുത്ത് വേദന, എവിടെയാണോ വേദന ഉള്ളത് ആ ലോക്കൽ ഏരിയയിൽ വേദനയുള്ള ഭാഗത്തും അതേപോലെ ഒരാളുടെ സഹായത്തോടു കൂടിയൊക്കെ ചൂട് കൊടുക്കുക. അതേപോലെ തന്നെ ഇത് പല രോഗങ്ങൾക്ക് നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. വേദനകൾക്ക് മാത്രമല്ല, പനിയൊക്കെ വരുവാണെങ്കിൽ നമ്മുടെ നട്ടലിന്റെ ഭാഗത്ത് സ്പൈനിൽ അതേപോലെ ചൂട് കൊടുക്കാം. പിന്നെ അതേപോലെ കാലിന്റെ അടിയിലും ഫീവർ ഉള്ള ടൈമിൽ കൊടുക്കാം. പിന്നെ ഗ്യാസിന്റെ ഇഷ്യൂസ്, സ്റ്റോമക്ക് റിലേറ്റഡ് ആയിട്ട് ഇഷ്യൂസ് ഉണ്ടെങ്കിൽ പൊക്കിളിന്റെ ചുറ്റും അതേപോലെ ക്ലോക്ക് വൈസും ആന്റി ക്ലോക്ക് വൈസും ചൂട് കൊടുക്കാം. മാക്സിമം ശ്രദ്ധിക്കേണ്ട കാര്യം മുട്ടിക്കരുത്, പൊള്ളിപ്പോവും. ഇത് ഒരു ദിവസം ഏതെങ്കിലും ഒരു 10 മിനിറ്റ്സ് എപ്പോൾ വേണമെങ്കിലും യൂസ് ചെയ്യാം, ഏത് സമയത്ത് വേണമെങ്കിലും ചെയ്യാം. ഒരു 10 മിനിറ്റ് ഏകദേശം ഈ ഒരു ഡിസ്റ്റൻസിൽ നമ്മൾ ചന്ദനത്തിരിക്ക് എത്തി തീരത്തില്ലേ, അതേപോലെ ഇത് എത്തിപ്പോവും. മാക്സിമം ശ്രദ്ധിക്കുക. ഇവിടെ മുതൽ ഏകദേശം ഒരു 10 മിനിറ്റ് വരെ അത് യൂസ് ചെയ്യാവുന്നതാണ്. ഇതെന്ന് പറയുന്നത് തമ്പാണ്. തമ്പ് അതേപോലെ യൂസ് ചെയ്യണം എന്തെന്ന് വെച്ചാൽ നമ്മുടെ ശരീരത്തിലുള്ള സർക്കുലേഷൻ ഇമ്പ്രൂവ് ആവാൻ വേണ്ടിയിട്ടാണ്. ഇത് ചെയ്യേണ്ടത് എങ്ങനെയാന്ന് വെച്ചാൽ തമ്പിലിടുക, കയ്യിലിങ്ങനെ അമർത്തി പിടിച്ച് മസാജ് ചെയ്ത് കൊടുക്കുക. ഇത് ഉള്ളം കയ്യിലും അതേപോലെ കൈയിന്റെ ബാക്ക് സൈഡിലും, 2 ഉള്ളം കയ്യിലും 2 കൈയിന്റെ ബാക്ക് സൈഡിലും 2 കൈയിലും യൂസ് ചെയ്യാം. അതേപോലെ തന്നെ കാലിന്റെ അടിവശത്തും ചെയ്യാം, സൈഡിലും ഫ്രണ്ട് ഭാഗത്തും ഒക്കെ നമുക്ക് മസാജ് ചെയ്ത് കൊടുക്കാം. ഇത് നമ്മുടെ ശരീരത്തിലെ സർക്കുലേഷൻ ഇമ്പ്രൂവ് ആവും. ഇതൊരു 10 മിനിറ്റ് മാത്രമല്ല, നമുക്ക് എപ്പോഴാണോ ഫ്രീ ആവുന്നത്, TV കണ്ടുകൊണ്ടിരിക്കുമ്പോൾ അതെങ്കിൽ യാത്ര ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നമ്മൾ എപ്പോൾ ഫ്രീ ആയാലും ഇത് ചുമ്മാ വെച്ചിട്ടൊന്ന് മസാജ് ചെയ്ത് കൊടുത്താൽ മതി. സർക്കുലേഷൻ ഇമ്പ്രൂവ് ആവും. ഒരു ദിവസം നമുക്ക് എത്ര ടൈം വേണമെങ്കിലും ഇത് യൂസ് ചെയ്യാവുന്നതാണ്. പിന്നെ ഇതെന്ന് വെച്ചാൽ റിംഗ് ആണ്. ഇത് നമ്മുടെ വിരലില് ഇങ്ങനെ റോൾ ചെയ്ത് മസാജ് ചെയ്യാം. 10 വിരലിലും മാറി മാറിയും ചെയ്യാം. മിനിമം 10 മിനിറ്റ് ഫ്രീ ആയ ടൈമിൽ എപ്പോൾ വേണമെങ്കിലും ചെയ്യാം. ഇതേപോലെ തന്നെ തമ്പിന്റെ കേസ് പറഞ്ഞ പോലെ തന്നെ ഫ്രീ ആയ ടൈമിലൊക്കെ 10 വിരലിലും മാറി മാറി ഇങ്ങനെ മസാജ് ചെയ്ത് കൊടുക്കാം. ഇതെന്ന് വെച്ചാൽ നമ്മുടെ ഇന്റേണൽ ഓർഗൻസിന്റെ കറസ്പോണ്ടിങ് പോയിന്റ്സ് ഓൾറെഡി ഞാൻ ഉണ്ടെന്ന് പറഞ്ഞു. അതേപോലെ തന്നെ കൈവേദന, മസിൽ ക്രാമ്പിങ് അങ്ങനത്തെ കേസൊക്കെ വരുവാണെങ്കിൽ കയ്യിൽ ഇങ്ങനെ മസാജ് ചെയ്ത് കൊടുക്കുക. നല്ല യൂസ്ഫുൾ ആയിട്ടുള്ള പ്രോഡക്റ്റ് ആണ്. കാണുമ്പോൾ ചെറുതാണെങ്കിലും ഭയങ്കര ബെനിഫിറ്റ് ഉള്ള സംഭവം തന്നെയാണിത്. പിന്നെ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മളിത് കയ്യിൽ ഇങ്ങനെ ഇട്ടുകൊണ്ട് വെക്കാൻ പാടില്ല. ഒന്നുകിലും മസാജ് ചെയ്തുകൊണ്ടിരിക്കുക, അല്ലെങ്കിൽ എടുത്ത് മാറ്റി വെക്കുക. ഇങ്ങനെ ഇട്ടുകൊണ്ട് നിന്ന് കഴിഞ്ഞാൽ ബ്ലഡ് സർക്കുലേഷത്തിൽ പ്രശ്നം ഉണ്ടാവും. അപ്പൊ മാക്സിമം ശ്രദ്ധിച്ച് യൂസ് ചെയ്യാം. ഞാനിപ്പോൾ പറഞ്ഞിരിക്കുന്ന 3 പ്രോഡക്ട്സും ആർക്ക് വേണമെങ്കിലും യൂസ് ചെയ്യാവുന്നതാണ് സർക്കുലേഷൻ ഇമ്പ്രൂവ് ആവാൻ വേണ്ടിയിട്ട്. നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇത് ബെനിഫിറ്റ് ആയിട്ട് തോന്നുന്നുണ്ടെങ്കിൽ, നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഈ പ്രോഡക്റ്റ് താഴെ പറയുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതിയാവും.